മധുര മീനാക്ഷി ക്ഷേത്രം തമിഴ്നാട്ടിലെ മധുരയിൽ വൈഗൈ നദിക്ക് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു മഹാക്ഷേത്രമാണ് മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം അഥവാ മധുര മീനാക്ഷി ക്ഷേത്രം. പരാശക്തിയായ ശ്രീ പാർവതി മീനാക്ഷിയായും തൻപതി ഭഗവാൻ ശ്രീ പരമേശ്വരനെ സുന്ദരേശ്വരനായും ഇവിടെ ആരാധിച്ചു വരുന്നു. അതിഗംഭീരമായ നിർമ്മിതിയാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. മധുര ക്ഷേത്ര സമുച്ചയത്തിൽ ആകെ 14 അലങ്കാര ഗോപുരങ്ങളുണ്ട്. ഇവയിൽ ഏറ്റവും വലുത് തെക്കേ ഗോപുരമാണ്. ആദിപരാശക്തിയായ ശ്രീ പാർവതിയുടെ ഒരു അവതാരമാണ് മധുര മീനാക്ഷി. മത്സ്യക്കണ്ണുള്ളവൾ എന്നാണ് ഈ പേരിനർത്ഥം. പാർവതീ ദേവിക്ക് പരമശിവനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ഭാരതത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് മധുര മീനാക്ഷി ക്ഷേത്രം. ഇതിനു പിന്നിലെ ഐതിഹ്യമനുസരിച്ച് പാണ്ഡ്യരാജാവും പത്നിയും ജഗദീശ്വരിയായ ആദിപരാശക്തിയുടെ തികഞ്ഞ ഭക്തരായിരുന്നു. പുത്രകാമേഷ്ടി യാഗത്തിന്റെ ഫലമായി 2ാം പാണ്ഡ്യരാജാവായ മാളവ്യച്ചിന്റെയും ഭാര്യ കാഞ്ചനമാലയുടെയും മകളായി സാക്ഷാൽ ആദിപരാശക്തി അവതരിച്ചു എന്നാണ് വിശ്വാസം. യാഗാഗ്നിയിൽ നിന്നും അതിസുന്ദരമായ രൂപത്തോടുകൂടി സംജാതയായ ഭഗവതിക്ക് മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ പച്ച നിറവും 3 സ്തനങ്ങളും ഉണ്ടായിരുന്നു. ശക്തി സ്വരൂപിണിയായ ഈ പെൺകുട്ടിയെ ആൺകുട്ടികളെ പോലെ വളർത്തണമെന്നും സർവശാസ്ത്രങ്ങളും ആയുധവിദ്യകളും അഭ്യസിപ്പിക്കണമെന്നും ഭാവി വരനെ ദർശിക്കുന്ന നിമിഷം ഭഗവതിയുടെ 3ാം സ്ഥാനം അപ്രത്യക്ഷമാകും എന്നും അശരീരി കുട്ടിയുടെ ജനന സമയത്ത് കേൾക്കുകയുണ്ടായി. പുത്രീഭാഗ്യത്താൽ സന്തുഷ്ടനായ രാജാവ് തന്റെ മകളെ തടാതകി എന്ന് വിളിച്ചു. പച്ച നിറമുള്ളവളാകിയാൽ പച്ചൈദേവി എന്നും വിളിക്കപ്പെടുന്നു. തടാതകിക്ക് 64 ശാസ്ത്രങ്ങളിലും സകല ആയുധവിദ്യകളിലും പാണ്ഡിത്യം സിദ്ധിച്ചു. അസാധാരണമായ കഴിവുകളുള്ള മീനാക്ഷി യുദ്ധവേളയിൽ ശത്രുക്കളെ ജയിക്കുന്നവളും മതയാനുകളുടെ കൊമ്പിൽ ശത്രുക്കളെ കുരുത്തിയിട്ട് വിജയിച്ചു വന്ന വീരനായികയും ധർമ്മിഷ്ഠയും കൂടിയായിരുന്നു. യാത്രാ പോകുന്നതിൽ തൽപരയായ മീനാക്ഷി വിവാഹപ്രായമായപ്പോൾ കൈലാസത്തിൽ വെച്ച് മഹാദേവനെ കാണാനിട വന്നു. തന്നിമിഷം ഭഗവതിയുടെ 3ാം സ്ഥാനം അപ്രത്യക്ഷമാവുകയുണ്ടായി. താൻ ശിവന്റെ പത്നിയാകേണ്ടവളാണെന്നും ശ്രീ പാർവതിയുടെ അവതാരമായ മീനാക്ഷിയാണെന്നും ഭഗവതി തിരിച്ചറിഞ്ഞു. ശിവന്റെ കൂടെ മധുരയിൽ തിരിച്ചെത്തിയ മീനാക്ഷിയുടെ പട്ടാഭിഷേകവും തുടർന്ന് മീനാക്ഷി സുന്ദരേശ വിവാഹവും രാജാവ് നിശ്ചയിച്ചു. ഭൂമിയിലെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു മധുരയിൽ നടന്ന മീനാക്ഷി സുന്ദരേശ്വര വിവാഹം. ഭഗവാൻ മഹാവിഷ്ണു ദേവിയുടെ സഹോദര സ്ഥാനത്ത് നിന്നുകൊണ്ട് നടത്തിയ ഈ വിവാഹത്തിൽ സർവചരാചരങ്ങളും ദേവീദേവന്മാരും പങ്കെടുത്തു. വിവാഹവേളയിൽ ലക്ഷ്മിയും സരസ്വതിയും മീനാക്ഷിയുടെ ഇരുവശത്തുമായി നിലകൊണ്ടു. വിവാഹശേഷം രാജ്ഞിയായി മീനാക്ഷിയും രാജാവായി സുന്ദരേശനും വർഷങ്ങളോളം മധുരൈ രാജ്യം ഭരിച്ചിരുന്നു. ഒടുവിൽ ഭക്തരെ അനുഗ്രഹിക്കുന്ന രൂപത്തിൽ മധുര ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നുവെന്നാണ് ഐതിഹ്യം. മീനാക്ഷി സുന്ദരേശ്വര വിവാഹം ക്ഷേത്രത്തിൽ വർഷം തോറും ഏപ്രിൽ മാസത്തിൽ തിരുക്കല്യാണം അഥവാ ചൈത്ര മഹോത്സവം എന്ന പേരിൽ ആഘോഷിക്കുന്നു. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.